മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക. ബി.ജെ.പിയെ പോലെ CPI-ഉം വർഗീയ അജണ്ട പരസ്യമാക്കിയെന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു. പിണറായിയും സുരേന്ദ്രനും എന്ന തലക്കെട്ടിലാണ് ഇരുവർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം അത് രാഷ്ട്രീയ വിമർശനം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള CPI-ന്റെ നിലപാട്, അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയെ CPI-നെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ലീഗിന്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ ചന്ദ്രികയിൽ വീണ്ടും ലേഖനം ഇടം പിടിക്കുന്നു. അതിന്റെ ഉള്ളടക്കം എങ്ങനെ സമീർ? റിജിത്ത്, സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വിമർശനമാണ് വലിയ രീതിയിലേക്ക് ചർച്ചയാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായിക്കൊണ്ടാണ് ഇന്ന് ചന്ദ്രിക മുഖപ്രസംഗം വന്നിരിക്കുന്നത്. മുഖപ്രസംഗമല്ല, അതിൽ ലേഖനം വന്നിരിക്കുന്നത്. ഫിർദൌസ് കായൽപ്പുറം എഴുതിയിട്ടുള്ള ആ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത്, മുഖ്യമന്ത്രി എന്തു പറയുന്നുവോ ആ നിലപാട് തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഏറ്റുപിടിക്കുന്നു. അതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ഇവർക്കിടയിലുള്ള ബാന്ധവം ശക്തമാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നേരത്തെയൊക്കെ BJP ആണ് വർഗീയത പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് പരസ്യമാക്കി CPI-ഉം പറയുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഈ വിധത്തിലുള്ള കാര്യങ്ങളോട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം എത്രമാത്രം കൊയ്യാൻ കഴിയും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടി മുൻനിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ എത്തിയത് മതേതര ചേരിയിലേക്കാണ്. കോൺഗ്രസിന്റെ ഭാഗമായത് അത്തരത്തിൽ മുൻകാലങ്ങളിലുള്ള RSSന്റെ BJP-യുടെ നിലപാടുകളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് മതേതര ചേരിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് പാണക്കാട് എത്തിക്കൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും മറ്റ് തങ്ങളുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ജനാധിപത്യ മതേതര നിലപാടിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അത് RSSന്റെ അതുപോലെ BJP-യുടെയൊക്കെ മാനിഫെസ്റ്റോയുടെ പിന്തുടർച്ചയായിക്കൊണ്ട് വേണം കാണാൻ എന്ന കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് തുടരുന്നത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.